ശ്രീ ജിബി ജെറി മാത്തച്ചൻ എന്നിവരുടെ ഈ 10 ഏക്കറോളം വരുന്ന ഈ കൃഷിത്തോട്ടത്തിൽ നമ്മൾക്ക് വിവിധങ്ങളായിട്ടുള്ള വിളകളും ഒരു ക്രോപ്പ് മ്യൂസിയം തന്നെ അവർ തീർത്തിരിക്കുകയാണ്. അതിനോട് അനുബന്ധിച്ചുള്ള വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ടാങ്കും, പിന്നെ അതുകൂടാതെ വിവിധങ്ങളായിട്ടുള്ള വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം നമ്മൾക്കിവിടെ കാണാം. ഇവിടെ സസ്യങ്ങളോടൊപ്പം തന്നെ മൃഗസംരക്ഷണത്തിനും അവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാസർഗോഡൻ കുള്ളൻ, അതുപോലെ തന്നെ നാടൻ പശുക്കളെ ഇവിടെ കാണാം. പലതരത്തിലുള്ള ആടുകൾ, അതുപോലെ തന്നെ കോഴികൾ എല്ലാം സംയോജിപ്പിച്ചിട്ടുള്ള ഒരു കൃഷി രീതിയാണ് അവർ അവലംബിച്ചിട്ടുള്ളത്. കൂടാതെ ഒരിക്കലും ഒരു വാണിജ്യ പ്രാധാന്യത്തോടുകൂടി കണ്ടിട്ടില്ല എങ്കിൽ പോലും ഇത് ഒരു വളരെ എക്കോ ടൂറിസത്തിന് വളരെ പ്രാധാന്യമേറുന്ന ഒരു സ്ഥലമായിട്ടാണ് അവർ ഇത് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. വിവിധങ്ങളായിട്ടുള്ള വിളകളെപ്പറ്റി പഠിക്കുവാനും അതിനോടൊപ്പം തന്നെ മാനസിക ഉല്ലാസം നേടുക എന്നുള്ളതും ഈ ഫാം ടൂറിസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള സംയോജിത മാതൃക കൃഷിത്തോട്ടം എന്നുള്ള പദ്ധതി പ്രകാരം ഈ തോട്ടത്തിന് നമ്മൾ ധനസഹായം കൊടുക്കുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതുവഴി പല കർഷകർക്കും ഇവിടെ വന്ന് നോക്കിക്കണ്ട് കൃഷിയെ പഠിക്കുവാനും അതിനോടൊപ്പം തന്നെ മൃഗസംരക്ഷണ രീതികളെ പഠിക്കുവാനുമായിട്ടുള്ള ഒരു അവസരം കൂടി ഇത് നൽകുന്നു. ഈ സംരംഭം എല്ലാ കൃഷിക്കാർക്കും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ കൃഷിക്കാർക്കും മാതൃകാപരമായി അവലംബിക്കാവുന്ന ഒരു കൃഷി രീതി തന്നെയാണ്. ഞങ്ങളെല്ലാവരും ബിസിനസ്സിലുണ്ടായിരുന്ന ആൾക്കാരാണ്. JRG സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞൊരു കമ്പനി. ആ കമ്പനി ഞങ്ങളൊരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്കൊരു 3 കൊല്ലത്തേക്കൊരു നോൺ കമ്പീറ്റ് ഉണ്ടായിരുന്നു. നോൺ കമ്പീറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എഗ്രിമെൻ്റ് അനുസരിച്ച് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനും, പിന്നെ പ്രകൃതിയോടും ഞാനും മത്തി സാറും ഒക്കെ ബോട്ടണിക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ബോട്ടണിയോടും അല്ലെങ്കിൽ ഇതിനോടും ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം എടുത്ത് ഡെവലപ്പ് ചെയ്തപ്പം വേറൊരു ആഗ്രഹമായിരുന്നു. അതായത് നമുക്ക് ഒരു മലയാളിക്ക് പറയാൻ പറ്റുന്ന എല്ലാ ഫ്രൂട്ട് ട്രീസും നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതല്ലെങ്കിൽ ഒരു മലയാളിക്ക് പറയാൻ പറ്റുന്ന മേജറായിട്ടുള്ള എല്ലാ മെഡിസിനൽ ട്രീസ് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ നാടൻ വെറൈറ്റികൾ, അത് കോഴി ആയിക്കോട്ടെ, താറാവായിക്കോട്ടെ, ആടായിക്കോട്ടെ, നാടൻ വെറൈറ്റി സാധനങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്ത് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, അതായത് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയും, ഇങ്ങേ സൈഡ് ഇടുക്കി വരെയും, അങ്ങേ സൈഡിൽ കോയമ്പത്തൂർ വരെയും എവിടെയൊക്കെ പുതിയ ഓരോ പ്ലാന്റുകളുണ്ടെന്ന് കേട്ടാലും പോയി കളക്ട് ചെയ്ത് അത് കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്ത്, അതും പ്യുവർലി ഓർഗാനിക്കായിട്ട്, അതായത് യാതൊരു കാരണവശാലും രാസവളമോ വിഷമോ അടിക്കാതെ ഫുള്ളായിട്ട് ഓർഗാനിക്കായിട്ട് മാത്രം ഡെവലപ്പ് ചെയ്ത് ഒരു സാധനം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതാണ് കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് ഞങ്ങളിവിടെ ഡെവലപ്പ് ചെയ്തത് നിങ്ങളിപ്പോൾ കണ്ടതും. ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ 2 സൈഡും കായലാണ്. അപ്പം അതിൻ്റെ ഒരു ഗുണവും ദോഷവും ഉണ്ട്. വേനൽക്കാലത്ത് ഉപ്പുവെള്ളമുണ്ട്. എന്നാൽ പോലും നമുക്ക് എല്ലാ വിധത്തിലുള്ള മീനുകൾ ഇവിടെ അവൈലബിളാണ്, മത്സ്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ അതുകൊണ്ട് നമ്മൾ 2-3 കാര്യങ്ങളിപ്പം നന്നായിട്ട് ചെയ്തു വരുന്ന, 1 നാടൻ കോഴികൾ, 2 താറാവിനെ ഇച്ചിരി ലാർജ് സ്കെയിൽ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്, മീൻ നന്നായിട്ട് കൃഷി ചെയ്യുക. അപ്പോൾ ഈ 3 ഐറ്റമാണ് നമുക്കിവിടെ ഇത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു പോളി ഹൗസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. ആ പോളി ഹൗസിൽ പോലും നമ്മൾ ഓർഗാനിക് അല്ലാത്ത അല്ലെങ്കിൽ രാസവളമോ വിഷമോ ഒന്നും നമ്മൾ അടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നമ്മളിവിടെ ഈ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് ചെയ്തെടുത്തത്. വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളും ചെടികളും നമുക്ക് ഒരേ സ്ഥലത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സബർജില് തൊട്ട് ഇങ്ങനെ മിറാക്കിൾ ഫ്രൂട്ട് തൊട്ട് നമ്മുടെ ഫോറിൻ ഫ്രൂട്ടുകളായിട്ടുള്ള ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട്, അല്ലെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ടുള്ള പുത്രൻജീവ, ഭൂതംകൊല്ലി, ഇങ്ങനെ നമുക്ക് അപൂർവമായിട്ടുള്ള മരവുരി, രുദ്രാക്ഷം ഓഫ് കോഴ്സ് നമുക്ക് പലയിടത്തും കാണാറുള്ളതാണ്. അതുപോലെ ഇവിടെ ഇപ്പം നിൽക്കുന്ന ഈ ഒരു ചെടിയാണ് അടതാപ്പെന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെ റെയറായിട്ടുള്ള മരത്തിന് മേലോട്ട് കയറി ഉരുളക്കിഴങ്ങ് പോലെ കായ ഉണ്ടാകുന്ന ഒരു ചെടി. അത് ഞങ്ങൾ ഇത്തവണ മൂവാറ്റുപുഴ എക്സിബിഷൻ നടന്നിടത്ത് ഞങ്ങൾ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ ആ സാധനം കൊണ്ടുവന്നത്.
സ്ഥലത്തെ കൃഷിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളതും എന്നാൽ കണ്ടിട്ടില്ലാത്തതും ആയിട്ടുള്ള വളരെയധികം ഫലവൃക്ഷങ്ങൾ നമുക്കറിയാം. പലയിടത്തും പലരും പറഞ്ഞുള്ള പേരുകൾ കേൾക്കാം, പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല. അത് നമുക്കിവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആർക്കും നിശ്ചയമില്ല. അപ്പം അങ്ങനെയുള്ള കുറേ ചെടികൾ, ഫലവൃക്ഷങ്ങളും ഞങ്ങളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിവിടെ മിക്കവാറും എല്ലാം തന്നെ ഫലങ്ങൾ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള പല ഫ്രൂട്ട്സും നമുക്കിവിടെ വളർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ വെറും കമ്പോസ്റ്റും ചാണകം, മൂത്രം ഇങ്ങനെയുള്ള ജൈവ കൃഷിയാണ് മെയിനല്ല. ജൈവ കൃഷി മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഉപയോഗിക്കാറില്ല. ഈ പോളി ഹൗസ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഹൈടെക് കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. അതിന് 75% സബ്സിഡിയോടുകൂടി കേരളത്തിലെ എല്ലാ കൃഷി ഓഫീസിലും ഇതായിട്ട് ഒരു 2-3 കൃഷി പോളി ഹൗസുകൾ വീതം ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മാള കൃഷി ഓഫീസിൻ്റെ ഭാഗമായിട്ട് ഇത് തുടങ്ങിയത്. കൃഷി ഓഫീസറുടെ സഹായങ്ങളും എല്ലാം ഇതിനുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞു, ഏകദേശം 2 കൃഷി കഴിഞ്ഞ് 3ാമത്തെ വിളവെടുപ്പായത്. ആദ്യത്തെ വിളവെടുപ്പ് കുക്കുംബറും പയറുമായിരുന്നു, അച്ചിങ്ങ പയർ. അത് രണ്ടും സാമാന്യം നല്ല രീതിയിൽ വിളവുണ്ടായി, പക്ഷേ എന്നാലും ന്യായമായിട്ടുള്ളൊരു വില കിട്ടിയില്ല. പോളി ഹൗസ് എന്ന് പറയുന്നത് തന്നെ ഇസ്രായേൽ മോഡൽ ഒരു കൃഷിയുടെ ഭാഗമാണ്. അതായത് വെള്ളം കുറച്ച് മതി, വളം കുറച്ച് മതി, കീടനാശിനികൾ വേണ്ട. ഇതെല്ലാമാണ് ഇതിൻ്റെ വലിയ ഗുണം. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഇവിടെയും വെള്ളത്തിനൊക്കെ വളരെ ക്ഷാമമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വളരെ കുറച്ച് വെള്ളം കൊടുത്ത് ചിലവാകുന്ന രീതിയിലുള്ളൊരു കൃഷിയാണ് അതുകൊണ്ടാണ് ഇതിനെ വളരെ കുറഞ്ഞ ഏരിയയിൽ നിന്ന് കൂടിയ വിളവ് ഉണ്ടാക്കുക. ഏകദേശം ഒരു പോളി ഹൗസ് എന്ന് പറഞ്ഞാൽ 400 സ്ക്വയർ മീറ്റർ സ്ഥലമാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മാക്സിമം വിളവെടുക്കുക. 400 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ വെള്ളം ഞങ്ങൾ എടുക്കുന്നത് ഈ പോളി ഹൗസിൻ്റെ 2 സെക്ഷനായിട്ട് ആർച്ച് രീതിയിലുള്ള 2 ഹൗസാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ പാത്തിയിൽ കൂടെ വരുന്ന വെള്ളം ഒരു മഴവെള്ള പോളിത്തീൻ കവറിട്ട് ഒരു ടാങ്കിൽ സംഭരിച്ച് വെക്കുക. എന്നിട്ട് അതിനെ വീണ്ടും മോട്ടർ വെച്ച് ഡ്രിപ്പ് വഴിയും മിസ്റ്റ് വഴിയും ഇതിനാവശ്യമായ വെള്ളം കൊടുക്കുക. ഏകദേശം 50,000 ലിറ്റർ കൊള്ളുന്ന ഇതാണ്. ഒരു വർഷത്തെ മഴവെള്ളം മുഴുവൻ സംഭരിച്ച് കഴിഞ്ഞാൽ അത് മിച്ചമാണ്, ഓവർഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. എന്നാലും നമുക്ക് ആവശ്യത്തിന് ഒരു വർഷത്തെ കൃഷിക്കുള്ള വെള്ളം കിട്ടും. പിന്നെ ഏകദേശം ഇതിന് 10 അടി ലെവലാണ്. പിന്നെ ആർച്ചിൻ്റെ ഹൈറ്റ് വരുമ്പോഴത്തേന് ഏകദേശം ഒരു 20 അടി ഹൈറ്റ് വരും. അപ്പോൾ ഇത്രയും പൊക്കം കൂട്ടി കൊടുത്തിരിക്കുന്നത് ഈ വള്ളികളായിട്ടുള്ള പയർ, കുക്കുംബർ, കയറിപ്പോകുന്ന തക്കാളി ഇങ്ങനെയുള്ള പുതിയ ഹൈബ്രിഡ് ഇനങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ വളർത്തുന്നത്. മുള്ളാത്ത എന്ന് പറയുന്ന മരം നമ്മളിന്ന് ഇടയ്ക്ക് അവിടെ വെച്ച് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസറിൻ്റെ ക്യൂറിങ് ഇതാണ്, ഫ്രൂട്ടാണത്. അത് 2 കീമോ എടുക്കുന്ന ആൾക്കാർക്ക് മുള്ളാത്തയുടെ ഫ്രൂട്ട് കഴിക്കാമെങ്കിൽ 1 കീമോ എടുത്താൽ മതി എന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ കണ്ട മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് കഴിച്ചിട്ട് ഏത് സോറായിട്ട് അല്ലെങ്കിൽ പുളിയോ ചവർപ്പോ ഉള്ള എന്ത് സാധനം മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചാലും നമുക്ക് സ്വീറ്റായിട്ട് തോന്നും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരങ്ങാവെള്ളം ഷുഗർ ഇട്ട് നാരങ്ങാവെള്ളം പറ്റാത്ത ഒരാൾക്ക് ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചിട്ട് വെറും നാരങ്ങാവെള്ളം എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ നാരങ്ങാവെള്ളം മധുരമുള്ള നാരങ്ങാവെള്ളമായിട്ട് തോന്നും. അപ്പോൾ അതേ രീതിയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ കണ്ടത് കിളിഞ്ഞാവൽ എന്ന് പറയുന്നത് 2 കാര്യത്തിനാണ്. ഒന്നത് ഷുഗറിൻ്റെ ഏറ്റവും നല്ലൊരു മെഡിസിനാണ്. അതുകൂടാതെ തന്നെ അത് വെക്കുന്നിടത്ത് പക്ഷികൾ ഒരുപാട് ഇതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയും ബാക്കിയുള്ളതായിട്ട് പക്ഷികൾ ഒരുപാട് വരും. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്ക് ഒരുപാട് വെറൈറ്റി പക്ഷികൾ ഇവിടെ ഈ ഇത്രയും മരങ്ങളും ചെടികളും ഉള്ളതുകൊണ്ട് ഒരുപാട് വെറൈറ്റി പക്ഷികളും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കിളികളും എല്ലാം ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ രാസവളമോ വിഷമോ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന ജീവജാലങ്ങൾക്ക് ഇത് വലിയ കേടില്ല.
തിരിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നട്ടേക്കുന്ന പച്ചക്കറികളാണെങ്കിലും ഒരു പച്ചക്കറിയിലാണെങ്കിലും നിങ്ങൾക്കൊരു കീടങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 4 കൊല്ലമായിട്ട് രാസവളവും വിഷവും അടിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ കണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ഫ്രണ്ട്ലി പെസ്റ്റ് എന്ന് പറയുന്ന സാധനം വന്നിട്ട് നമുക്ക് കീടങ്ങളുടെ ശല്യം ഓൾമോസ്റ്റ് ഇല്ലാതായേക്കുക. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസവും കൂടെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആ പച്ചക്കറികളുടെ ടേസ്റ്റും വ്യത്യാസമാണ്. ഈ പക്ഷിമൃഗാദികളാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റി, അത് കരിങ്കോഴിയാണെങ്കിലും മുയൽ, ആടാണെങ്കിൽ മലബാറി ആടുകൾ, ഇങ്ങനെ എല്ലാ വെറൈറ്റി, നാടൻ കോഴികളാണെങ്കിലും ഒറിജിനൽ ബ്രീഡ് നാടൻ കോഴി, അതുപോലെ തന്നെ ഫാൻസി കോഴികൾ ഒരു രസത്തിന് വേണ്ടി കുറച്ച് വളർത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ കാപ്പിരിക്കോഴി, അത് ഞങ്ങൾ ഇത്തവണ ഒരു ബ്രീഡ് ചെയ്ത് എടുത്ത് വളരെ റെയറായിട്ട് കിട്ടിയൊരു സാധനമാണ് കാപ്പിരിക്കോഴി എന്ന് പറയുന്നത്. അത് അങ്ങനെ നമുക്ക് നാട്ടിൽ ഇന്ന് അവൈലബിൾ അല്ലാത്ത എല്ലാ സാധനങ്ങളും, അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് അവൈലബിൾ അല്ലാത്തതും നമുക്ക് കാണാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നോർമലി ഒരു കൊമേഴ്ഷ്യലി നമ്മളുടെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാസവളവും ബാക്കിയുള്ള സാധനങ്ങളും ഇട്ട് അഡീഷണലായിട്ട് നമ്മൾ ചെയ്ത് ഒരു എക്സ്ട്രാ ഫ്രൂട്ട്സ് അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളതിൻ്റെ ഏറ്റവും ഓപ്റ്റിമമായിട്ടുള്ള ജൈവവളങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ചാണകവെള്ളമോ സ്ലെറിയോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു സാധനം ചെയ്യുമ്പം നമുക്കത് വയബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നെങ്കിൽ ഒരു എക്സ്ട്രാ പൈസ കിട്ടണം, അത് ഒരു അഡീഷണൽ പ്രീമിയം അതിന് വേണം. ഈവൻ നമ്മൾ ഫിഷ് വളർത്തുമ്പോഴും നമ്മളെല്ലാം ചെയ്യുന്നത്, നമ്മുടെ ഒരു പ്ലാൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഫിഷും ബാക്കിയുള്ളതും കൾട്ടിവേഷൻ നടത്തുകയാണെങ്കിൽ നമുക്കൊരു ടൂറിസം ലെവലിലോട്ട് അല്ലെങ്കിൽ ഫാം ടൂറിസം ലെവലിലോട്ട് പോകുകയാണെങ്കിൽ ആളുകൾക്ക് വരാനും ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടുന്ന് തന്നെ മീൻ പിടിച്ച് ഇവിടുന്ന് തന്നെ വറുത്ത് ഇവിടെ തന്നെ കഴിക്കാനുള്ളൊരു സെറ്റപ്പ്, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെയുള്ള ജൈവജാലങ്ങളാണെങ്കിലും മുട്ടയാണെങ്കിലും കോഴിയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഇവിടുന്ന് തന്നെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള, അല്ലെ പച്ചക്കറി ആണെങ്കിലും ഇവിടുത്തെ തന്നെ പച്ചക്കറി എടുത്തിട്ട് യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു കൺസെപ്റ്റാണ് നമുക്കുള്ളത്. അതിനുള്ളൊരു ഡെവലപ്മെൻറ്റ് ഫാക്ടറും പിന്നെ ഒരു ലേബലിങ്, ഇവിടുത്തെ ചെടികളിൽ ഒരു ലേബലിങ് വളരെ ആവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ ചെയ്ത് വരുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ നമുക്കിപ്പോൾ ഉള്ളതാണ്ട് 28 വെറൈറ്റിയോളം മാവ് ഇവിടെയുണ്ട്, 9 വെറൈറ്റിയോളം പ്ലാവുണ്ട്. പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞച്ചുളയുള്ളത്, വെള്ളച്ചുളയുള്ളത്, ചുവപ്പ് ചുളയുള്ളത്, അരക്കില്ലാത്തത്, കുരുവില്ലാത്തത്, വള്ളിപ്ലാവ്, ഉണ്ടപ്ലാവ്, ഇങ്ങനെ 9ഓളം വെറൈറ്റി പ്ലാവ് ഇവിടെയുണ്ട്. അത് നാരകങ്ങളാണെങ്കിൽ ഒരു 7-8 വെറൈറ്റി നാരകങ്ങൾ ഇവിടെയുണ്ട്. അപ്പം അതേപോലെ നമ്മൾ ചാമ്പ ഒരു 9-10 വെറൈറ്റി ചാമ്പ ഇവിടെയുണ്ട്. മത്സ്യകൃഷി നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് നോക്കുന്നത് ഇപ്പോൾ ചെമ്മീനും കാരയും 2 ഇപ്പോൾ ചെയ്തേക്കുന്നത് സീബാസ് അല്ലെങ്കിൽ കാളാഞ്ചി എന്ന് പറയുന്ന മത്സ്യമാണ്. അത് സീബാസ് ഇത്തവണയാണ് ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ ഇച്ചിരി ലാർജ് സ്കെയിലായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയേക്കുന്നത്. ഏതാണ്ട് 4500 കുഞ്ഞുങ്ങളോളം ഇവിടെ ഇത്തവണ MPDA സപ്ലൈ ചെയ്തതിനകത്ത്, അല്ലെങ്കിൽ MPDA ഇവിടെ കൊണ്ടുവന്ന ഒരു പ്രൈവറ്റ് ഫാം വഴി അവർ കൊടുത്തതിനകത്ത് 1000ഓളം കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടെ എടുത്തിട്ട് ഞങ്ങളുടെ റെയിൻ വാട്ടർ പോണ്ടിനകത്ത് ഞങ്ങൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. സീബാസ് പോലുള്ള മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിലും 500 രൂപ, 400 രൂപ, 500 രൂപ വിലയുള്ള മീനാണ്. അപ്പോൾ അത് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അത് മീനിന് വിലയുണ്ട്. അപ്പോൾ അത് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 8 മാസം കൊണ്ട് അത് 1 കിലോ ആയിട്ട് വളർന്നു വരേണ്ട മീനാണ്. അപ്പോൾ അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും സെറ്റപ്പും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബയോഫാക്ട് വ്യാപാരമേള അങ്കമാലിയിൽ. റബ്ബർ കൃഷിക്ക് ധനസഹായം. പശുക്കളിലെ അകിടുവീക്കം നിയന്ത്രിക്കാം. വാർത്തകൾ വിശദമായി. ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ ഓർഗാനിക് വ്യാപാരമേളയായ ബയോഫാക്ട് നവംബർ 6-7 തീയതികളിൽ അങ്കമാലി അഡ്ലക്സ് ഇൻ്റർനാഷണൽ സെൻറ്ററിൽ നടക്കും.
ജർമ്മനിയിലെ ന്യൂറൽബർഗ് മെസ്സെ എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് വ്യാപാരമേള നടത്തുന്നത്. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകി അതിലേർപ്പെടുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണന സാധ്യതകൾ തുറന്നു നൽകുകയാണ് ഈ മേളയുടെ ലക്ഷ്യം. വിവിധ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള വ്യവസായികൾക്കും വ്യാപാരികൾക്കും കേരളത്തിലെ കർഷകരുമായി ആശയവിനിമയം നടത്താനുതകുന്ന ബിസിനസ് മീറ്റുകളും പ്രത്യേക പ്രദർശനങ്ങളും ഇതോടൊപ്പം സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വികാസ് ഭവനിൽ പ്രവർത്തിക്കുന്ന കൃഷി ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടുക. മഴക്കാലത്ത് പച്ചക്കറി കൃഷി സാധ്യമാകുന്ന ചെലവ് കുറഞ്ഞ പോളി ഹൗസുകൾ നിർമ്മിക്കാൻ കൃഷിവകുപ്പ് ധനസഹായം നൽകുന്നു. സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മഴമറയിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിക്കായി കൃഷിവകുപ്പ് ഒരുങ്ങുന്നത്. ദീർഘകാലം നിലനിൽക്കുന്ന GI പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിതമായ മഴമറ നിർമ്മാണത്തിൽ 100 ചതുരശ്ര മീറ്ററിന് പരമാവധി 50,000 രൂപ വരെ സഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. റബ്ബർ ആവർത്തന കൃഷിക്കും പുതുകൃഷിക്കും ധനസഹായത്തിന് റബ്ബർ ബോർഡ് അപേക്ഷ ക്ഷണിക്കുന്നു. 2014 കൃഷി ചെയ്തതോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ സ്ഥലത്തിൻ്റെ ഏകദേശ സ്കെച്ചിൻ്റെയും അപേക്ഷയുടെയും 2 കോപ്പി വീതം ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസിൽ ഡിസംബർ 31 മുൻപ് ലഭിക്കണം. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും റബ്ബർ ബോർഡിൻ്റെ റീജിയണൽ ഓഫീസുകളിലും ഫീൽഡ് സ്റ്റേഷനുകളിലും ബന്ധപ്പെടാം. കേരളവും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയും ഉൾപ്പെടുന്ന പരമ്പരാഗത മേഖലകളിലെ 5 ഹെക്ടറിൽ കുറയാതെ റബ്ബർ കൃഷിയുള്ളവർക്ക് പരമാവധി 2 ഹെക്ടർ വരെ ധനസഹായത്തിന് അർഹതയുണ്ട്. ഹെക്ടർ 1-ന് 25,000 രൂപയാണ് ധനസഹായം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.rubberboard.org.in. രാജ്യത്തെ ഭക്ഷ്യ എണ്ണയുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് എണ്ണപ്പന കൃഷിയുടെ നോഡൽ ഏജൻസിയായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എണ്ണപ്പന കൃഷിക്കായി ധനസഹായം നൽകുന്നു. ഈ പദ്ധതിയിൽ പങ്കാളികളായി എണ്ണപ്പന കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷകർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481 256 7103. കറവ പശുക്കളിലെ അകിടുവീക്കം പാലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ തീറ്റക്രമം, പരിചരണം, രോഗനിയന്ത്രണം എന്നിവയിൽ രോഗം ബാധിച്ച പശുക്കളിൽ പ്രത്യേക രീതികൾ അനുവർത്തിക്കണം. ഫാമുകളിൽ അകിടുവീക്കം ബാധിച്ച പശുക്കളെ അകലത്തായി മാറ്റിപ്പാർപ്പിക്കണം. പശുക്കൾക്ക് വെള്ളം ഒരുമിച്ച് നൽകുന്നതിന് പകരം 4-5 തവണകളായി നൽകണം. കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ തീറ്റ ഒഴിവാക്കുക. അകിടിൽ തണുത്ത വെള്ളം തളിക്കുന്നത് ഗുണം ചെയ്യും. പച്ചപ്പുല്ല്, വൈക്കോൽ എന്നിവ 1.5 ഇഞ്ച് കനത്തിൽ നുറുക്കി നൽകുന്നതാണ് നല്ലത്. തൊഴുത്തും പരിസരവും അണുനാശക ലായനി കൊണ്ട് കഴുകി രോഗാണുവിമുക്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,900 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 16,300, വെളിച്ചെണ്ണ തൃശൂർ 14,800, കൊപ്ര കൊച്ചി 10,020, കൊപ്ര കോഴിക്കോട് 10,550, കൊപ്ര തൃശൂർ 9,900, കുരുമുളക് അൺഗാർബിൾ 67,800, കുരുമുളക് ഗാർബിൾ 70,800, ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000, മഞ്ഞൾ സേലം 6,700, മഞ്ഞൾ ഈറോഡ് 7,000, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,100, റബ്ബർ RSS 4 ഗ്രേഡ് 12,300, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,000, റബ്ബർ RSS 4 ഗ്രേഡ് 12,300. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 14,900 രൂപ, കൊപ്ര 10,020, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 67,800, കുരുമുളക് ഗാർബിൾ 70,800, ചുക്ക് മീഡിയം 21,000, ചുക്ക് ബസ് 23,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 260-നും 280-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 460-നും 480-നും മധ്യേ. ജാതിപത്രി 700-നും 800-നും മധ്യേ. ഗ്രാമ്പു 965. റബ്ബർ RSS 5 ഗ്രേഡ് 12,100, റബ്ബർ RSS 4 ഗ്രേഡ് 12,300, ഒട്ടുപാൽ 7,900, ലാറ്റക്സ് 7,800. കമ്പോള അവലോകനം. റബ്ബർ കർഷകർക്ക് ആശ്വാസം പകരാൻ സംസ്ഥാന സർക്കാർ വില ഉയർത്തി ഷീറ്റ് സംഭരിക്കാൻ തീരുമാനിച്ചു. വിപണി വിലയേക്കാൾ കിലോ 5 രൂപ ഉയർത്തിയാണ് സർക്കാർ ഏജൻസികൾ റബ്ബർ ഏറ്റെടുക്കുക. മന്ത്രിസഭാ തീരുമാനം പുറത്തു വന്നതോടെ കൊച്ചി, കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡ് റബ്ബറിന് 100 രൂപ ഉയർന്നു.
ഉത്തരേന്ത്യയിൽ പാചക എണ്ണകൾക്ക് നേരിട്ട തളർച്ച നാളികേര വിലയെ ബാധിച്ചു. ദീപാവലി വേളയിൽ സൂര്യകാന്തി, സോയ എണ്ണ വിലകൾ താഴ്ന്നതാണ് മില്ലുകാരെ വെളിച്ചെണ്ണ സ്റ്റോക്ക് വിറ്റുമാറാൻ പ്രേരിപ്പിച്ചത്. അതേസമയം പ്രതിസന്ധിയെ കൊപ്ര മറികടക്കുമെന്ന വിശ്വാസത്തിലാണ് കർഷകർ. ഏലക്കയുടെ ജൈത്രയാത്ര തുടരുന്നു. കൊച്ചി ലേലത്തിൽ മികച്ച ഇനം ഏലത്തിന് കിലോ 1047 രൂപ ഉറപ്പുവരുത്താനായി. ശരാശരി ഇനങ്ങൾ 761 രൂപയിൽ കൈമാറി. അറബ് രാജ്യങ്ങളിൽ നിന്ന് അന്വേഷണങ്ങളുണ്ട്. കുരുമുളക് വിപണി ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ ചലനരഹിതമായിരുന്നു. ഉൽപാദന മേഖലകളിൽ നിന്നുള്ള ചരക്കുനീക്കം കുറഞ്ഞു. അതേസമയം തിരക്കിട്ടുള്ള വാങ്ങലുകൾക്ക് വ്യാപാരികളും മടിച്ചു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 25.3. കൊച്ചി 32.8, 25. ആലപ്പുഴ 32.2, 24.6. പുനലൂർ 34.2, 22.6. തിരുവനന്തപുരം 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.